സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ടൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ 2 കഷ്ണം പട്ടയും 2 ഏലക്ക 2-3 ഗ്രാമ്പൂ അവയൊന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. പച്ചമുളക് കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല എങ്കിൽ ചതച്ചത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി പച്ചമണം മാറ്റിയെടുക്കണം. അതിനുശേഷം മാത്രം ഇതിലേക്ക് പൊടികളായ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി, ഈ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയും നല്ല എരിവുള്ള മുളക് പൊടി കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. കാണുന്നില്ലേ, ഇത് രണ്ടും കൂടിയാണ് ഇടുന്നത്. ഇനി താല്പര്യമുള്ളവർക്ക് ഏതെങ്കിലും ഒന്നിട്ടാലും മതി, അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റി ആ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കണം. എണ്ണയുടെ അളവ് കുറവുണ്ട് എങ്കിൽ കുറച്ചുകൂടി എണ്ണ ചേർക്കാവുന്നതാണ്. അതിനുശേഷം മാത്രം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി തക്കാളി നല്ലപോലെ ഉടഞ്ഞ് ഇതിലേക്ക് അങ്ങ് ചേരണം. എന്നാൽ മാത്രമാണ് ആ കറിക്ക് ആ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തക്കാളി സ്മൂത്തായി കിട്ടും. അപ്പോൾ തക്കാളി നല്ലതുപോലെ ഒന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം മാത്രം ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പിൻ്റെ അളവൊന്ന് നോക്കണം. ആദ്യം തന്നെ ഉള്ളി വഴറ്റുമ്പോൾ ഉപ്പ് ചേർത്തതാണ്, കുറച്ച് കൂടുതലായിട്ട് ചേർത്താൽ മതി. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വെള്ളം ചേർക്കുന്നില്ല, വെള്ളം ചേർത്തിട്ടില്ല. ആ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ്. അത് നല്ലതുപോലെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ചിക്കൻ അടച്ചു വയ്ക്കുക. രണ്ടാമതായിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴാണ് നല്ലതുപോലെ ചിക്കനിൽ നിന്നായാലും ബീഫിൽ നിന്നായാലും ഒക്കെ വെള്ളം അതിൽ നിന്ന് ഇറങ്ങി വരും. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉള്ളി നല്ലതുപോലെ വഴറ്റിയതുണ്ടായിരുന്നു. ബിരിയാണിക്കൊക്കെ വഴറ്റിയ ഉള്ളിയില്ലേ, അതുപോലെയുള്ള ഉള്ളി കുറച്ച് കയ്യിലുള്ളത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കഴിഞ്ഞാൽ ഈ ചിക്കന് പ്രത്യേകമായിട്ടുള്ളൊരു ടേസ്റ്റാണ്. അതെപ്പോഴും നമുക്ക് ഏതൊരു കറിയിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ചിക്കനെല്ലാം വെന്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി ആയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീണ്ടും കാണാം. ബായ്.